മറുപടി വേണം, ഉത്തരം പറയണം. പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. എന്ത് കടബാധ്യത ഉണ്ടായാലും അവർക്ക് തീരാവുന്ന വിഷയമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ആ വീട് വിറ്റെങ്കിൽ തീരാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വീട്ടുകാരെ നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെ താമസം അറിയാം, നല്ലോണം അറിയാം. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ. ഇത്രയും ദിവസമായിട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ അവർ ഡയറി കുറിപ്പുണ്ടായിരുന്നു പറയുന്നു, എന്തോ ലെറ്റർ ഉണ്ടെന്ന് പറയുന്നു, ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. അറിയേണ്ടതും സാധനം വാങ്ങുന്ന ആളായിരുന്നു, എനിക്ക് വളരെ പരിചയമുള്ള കുടുംബമായിരുന്നു. ഇതിന്റെ പുറകിൽ എന്തോ ഉണ്ട്, ആരൊക്കെയോ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്. എഡ്ബിഡി ഒരു പത്രസമ്മേളനം നടത്തുന്നു. അവർക്ക് ആ വീട് വിറ്റെങ്കിലും കടം തീർത്തൂടെ? വീട് തന്നെ കടമായിരുന്നു, വീടൊക്കെ ലോണൊക്കെ എടുത്തില്ലേ വീട് വെച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പുള്ളിക്ക് ഉണ്ടാകുന്ന തന്നെ അറിയില്ല. കാര്യം മരിക്കുന്നതിന് 3-4 ദിവസം മുമ്പ് കാണുകയും സഹകരിക്കുകയും ചെയ്ത ഒരാളാണ്. 4 പേർ ഒരു ഹാളിൽ 4 ഹൂക്കിലായി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നമസ്കാരം. 2 ആഴ്ച മുമ്പാണ് നമ്മുടെ വക്കം വെളിവിളാകം ക്ഷേത്രത്തിന് സമീപം 4 പേർ ഒരു ഹാളിൽ 4 ഹൂക്കിലായി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് നൽകുമാരേട്ടൻ, ഷീജ, അതുപോലെ ആകാശ്, അശ്വിൻ, 2 ആൺമക്കളും അച്ഛനും അമ്മയാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഒരുപാട് കടങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ അവർ ഡയറി കുറിപ്പുണ്ടായിരുന്നു പറയുന്നു, എന്തോ ലെറ്റർ ഉണ്ടെന്ന് പറയുന്നു, ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. നാട്ടുകാർക്ക് അറിയണം എന്താണ് ഇതിൻ്റെ പിറകിലെ ദുരൂഹതയെന്ന്. അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് വിസ്മയ ന്യൂസ് ടീം. കാരണം ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞു, ആ ഡയറി പുറത്ത് വന്നിട്ടില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല. എടുപിടിയെന്ന് അവരൊരു പത്രസമ്മേളനം നടത്തി. എന്താണ് ഇതിൻ്റെ ദുരൂഹത എന്ന് അറിയാനുള്ള ഒരു നമുക്ക് നാട്ടുകാർക്കുണ്ട്, ബന്ധുക്കൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളൊക്കെ വളരെ അടുത്തറിയാവുന്നതാണ് ആ കുടുംബം മൊത്തം. അതിലെന്ത് ദുരൂഹത ഉണ്ടായാലും പുറത്ത് വരണമെന്ന് തന്നെയാണ് നമ്മളെ ആഗ്രഹം. ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇത്രയും ഭാരിച്ച ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പുള്ളിക്ക് ഉണ്ടാകുന്ന തന്നെ അറിയില്ല. കാര്യം മരിക്കുന്നതിന് 3-4 ദിവസം മുമ്പ് കാണുകയും സഹകരിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. എന്താണെന്നുള്ളത് നമുക്കും അറിയില്ല. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം 4 പേര് ഒരു ഹാളിനകത്ത് 4 ഹൂക്കിലും മരിക്കുക എന്നുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ചെറിയ സാഹചര്യം അല്ലേ അത്? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നാണ് അത് എൻ്റെ ഒരു ഉറച്ച ഇതാണ്. എന്താണെന്നുള്ളത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിശോധനകളൊക്കെ പുറത്ത് വന്നാലേ അറിയാൻ പറ്റത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ല, അതിൻ്റെ കാരണമാണ് അറിയേണ്ടത് എന്നത്. എന്തിനവർ ആത്മഹത്യ ചെയ്തു? എന്തായാലും പുറത്തുനിന്നൊരു കൊലപാതകമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ കൊലപാതകമല്ല, അതിൻ്റെ പിറകിലുള്ള കാരണം. അതിൻ്റെ പിന്നിലൊരു പൗരസമിതിയൊക്കെ രൂപീകരിച്ചിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്താണെന്നൊക്കെ എന്തായാലും പുറത്ത് വരണം. അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പുറത്ത് വരും. ഏതായാലും നാട്ടിലെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. 4 പേരാണ് ഒരു ഹാളിൽ 4 ഹൂക്കിലായിട്ട് തൂങ്ങി വെച്ചത്. അച്ഛനും അമ്മയും 2 ആൺമക്കളും. എന്ത് കടബാധ്യത ഉണ്ടായാലും അവർക്ക് തീരാവുന്ന വിഷയമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ആ വീട് വിറ്റെങ്കിൽ തീരാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പുറകിൽ എന്തോ ഉണ്ട്, ആരൊക്കെയോ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്. എഡ്ബിഡി ഒരു പത്രസമ്മേളനം നടത്തുന്നു. ഇതുവരെ എൻ്റെ റിപ്പോർട്ടൊന്നും ഡയറി കുറിപ്പ് പോലും അതുപോലും പുറത്തു വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വിസ്മയ ന്യൂസ് ഒരു അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. 4 പേര് ആത്മഹത്യ ചെയ്തില്ലേ? അപ്പോൾ ഇതുവരെ അതിൻ്റെ ആ ഡയറി കുറിപ്പുകളോ അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വാക്ക് പറഞ്ഞുവിടാം. ഒരു നാടിനെ നടുക്കിയ സംഭവമാണ്. ഒരു നാട്ടുകാരൻ നൽകിയാണ് എന്താ പറയാനുള്ളത്? പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്ന കണക്ക് തന്നെ കാര്യം. ഒരു 2 പയ്യന്മാർ, അത് 20-25 വയസ്സുള്ളവരാ. അതൊക്കെ എല്ലാവരും പറയുന്ന കണക്ക് തന്നെ ഞാനും പറയുന്നത്. ഇപ്പോൾ അവരെന്തായാലും ഒരു ആത്മഹത്യക്ക് വേണ്ടി നോക്കത്തില്ല. എന്താണ് ഇതിൻ്റെ ഇത് പിന്നിലുള്ളതെന്ന് അറിയാം. ആ ഒരു നിമിഷം ആലോചിച്ച് കേട്ടോ, 4 പേര് ഒരു ഹാളിനകത്ത് 4 ഹൂക്കിൽ തൂങ്ങാൻ തീരുമാനിക്കുന്ന ഒരു നിമിഷം എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു? അത് അറിയണ്ടേ? നാട്ടുകാർക്ക്, ബന്ധുക്കൾക്ക് അറിയണ്ടേ? അറിയണം. ഒരു നാട്ടുകാരെ നൽകിയാണ് എന്താ പറയാനുള്ളത്? ആത്മഹത്യ ചെയ്തെന്നാണ് എൻ്റെ. അല്ല, അതിന് പിന്നിൽ ഒരു ദുരൂഹത ഉണ്ട്. ഒരുപാട് കടം ഉണ്ടായിരുന്നു. ചേട്ടാ, കടം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ വീട് വിറ്റെങ്കിലും കടം തീർത്തൂടെ? വീട് തന്നെ കടമാണ്, വീടൊക്കെ ലോണൊക്കെ എടുത്തില്ലേ വീട് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ഒരുപാട് കടമാണ്. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. ചേട്ടാ, ഈ രീതിയിലും പറയുന്നുണ്ട്. അവരെല്ലാം പൊതുസമൂഹത്തിൽ ഉള്ള ആൾക്കാരാണ്. പുള്ളി CPMന്റെ ഏരിയ മെമ്പറാണ്. ആ പയ്യൻ ഡിവൈഎഫ്ഐയുടെ എന്തൊക്കെയും ചുമതലയുള്ള ആൾ. ഈ വീട്ടുകാരെ നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെ താമസം അറിയാം, നല്ലോണം അറിയാം. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ. അല്ല, ചേട്ടൻ അയൽവാസിയാണെങ്കിൽ ചേട്ടന് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. അത് തന്നെ, ഇതാണ് എനിക്കറിയാവുന്നത്. ഒരുപാട് കടം ഉണ്ടായിരുന്നു അറിയാം. അല്ല, എടുത്തു ചാടി ഒരു പത്രസമ്മേളനമൊക്കെ ഈ ഫാർമേഴ്സ് ബാങ്ക് അവർ നടത്തി. അവിടേക്കാണ് നമുക്ക് സംശയം ജനിപ്പിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ആരോപണമൊക്കെ വന്നായിരുന്നു. ബാങ്കിൽ അഴിമതി, ബാങ്കിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ആരോ കരുവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമൊക്കെ വന്നായിരുന്നു ഇടയ്ക്ക്. രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും അതെനിക്കറിയില്ല. വേറെ എന്തെങ്കിലും ദുരൂഹത അയൽവാസി നിലയ്ക്ക് എന്തെങ്കിലും ദുരൂഹത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ദുരൂഹത എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഈ കടം തന്നെയാണെന്ന്. തന്നെയാണ്
ഏതായാലും പലരും പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ചിലർ പറയുന്നു കടമാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു എന്തോ ദുരൂഹത ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും പോലീസിൻ്റെ ഒരു പത്രപ്രസ്താവന വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാനേ നിവർത്തിയുള്ളൂ. ഇത്രയും ദിവസമായിട്ടൊരു പത്രപ്രസ്താവന പോലീസിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. ആ അത് ഒരാളിനെടുത്താൽ പൊങ്ങാത്ത വെയിറ്റുള്ള സ്ത്രീയും കൂടെ, ആമ്പിള്ളേരും നല്ല വെയിറ്റുള്ള പിള്ളേരാണ്. ഇതുപോലെ അവിടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ഒരു എന്താട്ടാ ഒരു പിടിയും അറിയത്തില്ല. ആ അത് അറിയണ്ടേ? അതറിയണം, എൻ്റെ പിറകുള്ള കാരണം അറിയണ്ടേ? അതറിയണം, അതറിയണമെന്നാണ് പറയുന്നത്. അപ്പം അത് അറിയണമെന്നാണ് നമ്മളെല്ലാം കണക്കൂട്ടെ. ശരി ശരി. 4 പിള്ളേരും കൂടെ എല്ലാം ചെത്തിട്ടില്ല, തലേ മക്കൾ വേണ്ടി ചെത്തത്. ഒരു റൂമിലാണ്, ഒറ്റ റൂമിലാണ് തൂങ്ങിയെന്നാണ് പറയുന്നത്. അതെ, ഒരു ഹാളിൽ. ഒരു കാലം എന്ന് 4 പേര് ഒത്തു തൂങ്ങാൻ പറ്റിയതിന് കാരണം കൊണ്ടും വേണ്ടേ? ശരി ശരി. അത് അവർ 4 പേരും കൂടെ തീരുമാനിച്ച് ഇത് ഉണ്ടായില്ല എന്നാണെന്നുള്ള അറിയാൻ. അതിൻ്റെ കാരണം പുറത്തു വന്നിട്ടില്ല. ചേട്ടൻ ആഗ്രഹമില്ല അറിയാൻ? ഏറ്റവും സാധനം വാങ്ങുന്ന ആളായിരുന്നു, എനിക്ക് വളരെ പരിചയമുള്ള കുടുംബമായിരുന്നു. ആ മറ്റു കാരണങ്ങളൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ദുരൂഹത ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ അതിന് പിറകിൽ? കാരണം ഒരു 4 പേര് ഒരു ഹാളിനകത്ത് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഭവം അല്ലേ അത്? ദുരൂഹത എന്ന് പറഞ്ഞാൽ കടമെന്നുള്ള ദുരൂഹത ആവാം. ആ എന്താണെന്ന് നമ്മൾ കാണാതെ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഈ ബാങ്കുമായിട്ട് എന്തെങ്കിലും വിഷയമുള്ളതെന്ന് അറിയാമോ? അവിടുത്തെ സ്റ്റാഫല്ലേ. ആ അത് എടുപിടിയിൽ നിന്ന് ആ ഫാർമേഴ്സ് ബാങ്ക് ഒരു പത്രസമ്മേളനം നടത്തുന്നു. ഇതുവരെ പോലീസുകാരൊന്നും ഡയറി ഒന്നും പുറത്തു വിടുന്നില്ല. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്നൊരു സംശയം തോന്നുന്നില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിഞ്ഞാൽ സന്തോഷം. അറിയണ്ടേ നമുക്കത്? എല്ലാവർക്കും അറിയണോ അത്? ഒരു നാടിൻ്റെ ദുഃഖമാണ്, നാടിൻ്റെ നൊമ്പരമാണ് അല്ലേ? ഇവിടെ എൻ്റെ കസ്റ്റമർ പിള്ളേരെല്ലാം എൻ്റെ കസ്റ്റമർ, എനിക്ക് അതിലുള്ള വിഷമമാണ്. അവരൊക്കെ ആ ഫോട്ടോ കാണുമ്പോൾ എപ്പോഴും ആ പഴയ ഓർമ്മ വരും. പലരും പല കാരണങ്ങളാണ് പറയുന്നത്. കടമുണ്ടെന്ന് പറയുന്നു, ദുരൂഹത ഉണ്ടെന്ന് പറയുന്നു. ഈ മരണം നടന്ന് ബാങ്കിനെതിരെ ആരോപണം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നു. ഇതുവരെ പോലീസ് പ്രതികരിക്കുന്നില്ല, ഈ രേഖകളൊന്നും പുറത്തു വരുന്നില്ല. ഇതൊക്കെ ദുരൂഹത വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൾക്കാരുടെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെ സംശയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മറുപടി വേണം, ഉത്തരം പറയണം. പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. ക്യാമറമാൻ പ്രേംജിത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.